നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്, ഡിസംബർ മാസമൊക്കെ അല്ലേ. സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 39,000 സംതിങ് വ്യൂ വന്നിട്ടുണ്ട്. അതിൽ 98% പേരും എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത്. ആകെ എന്നെ ഫോളോ ചെയ്യുന്ന 2% ആൾക്കാർ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഇൻട്രാക്ഷനും വളരെയധികം കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ആര് കാണും എന്നതിന് ഉപരിയായിട്ട് നല്ല കണ്ടന്റുകൾ ചൂസ് ചെയ്യുക. ആ കണ്ടന്റുകൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരും ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അവരൊക്കെ നോക്കുമ്പോൾ ഓരോ നെഗറ്റീവിൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഒരു റീലിൻ്റെ 1.5 മിനിറ്റ് അത് കംപ്ലീറ്റ്ലി നീ എടുത്ത് ചെയ്യുകയാണ്, ഇത്ര നേരം ആൾക്കാർ കാണുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ 39,000 വ്യൂ ഒന്നും ഒരിക്കലും പോകത്തില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 50,000 വ്യൂ പക്കായിട്ട് ഓടുന്നൊരു വീഡിയോയാണിത്. അപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങര, പിഷാരടിയൊക്കെ പറഞ്ഞതുപോലെ മലയാളി ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു ഓർത്ത് ഇങ്ങനെ ജീവിക്കുന്നു, അവസാനം മരിക്കുന്നു. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു നോക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കാര്യം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് ചെയ്യുക, അതിനെ മുൻപോട്ട് കൊണ്ടുപോവുക. എപ്പോഴെങ്കിലും ഒരു റീച്ച് കിട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.